ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാറ്ററിയും ഇൻവെർട്ടറും ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കോംബോ വാറന്റി ആയിട്ട് 10 വർഷം വാറന്റി കിട്ടും. ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 6000 സൈക്കിൾസ് ആണ് വരുന്നത്. 51.2 വോൾട്ടേജിൽ ആണ് വരുന്നത്. 10 ഇയർ വാറന്റി. 16 സെൽസ് ആണ് ഉപയോഗിക്കുന്നത്. കോസ്മാറ്റിക് സെൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 104 AH ആണ് ഈ ബാറ്ററി വരുന്നത്. സുഹൃത്തുക്കളെ, ഇത് ഇൻ്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഭാഗമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ നമുക്ക് പൂർണ്ണമായിട്ടും കാണാം. നമസ്കാരം, എൻ്റെ പേര് അരുൺ. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് IEFKയുടെ എക്സ്പോ സെന്ററിലാണുള്ളത്. ഇത് മാക്സ്പീഡിന്റെ സ്റ്റാളാണ്. നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡേ ഇൻവെർട്ടേഴ്സും അതിന്റെ ബാറ്ററിയാണ് വരുന്നത്. ലിഥിയം ബാറ്ററിയാണ് വരുന്നത്. ഇത് 20 കിലോവാട്ടിന്റെ ഡേ ഇൻവെർട്ടർ ആണ് വരുന്നത്. നമുക്ക് 48 വോൾട്ട് ആണ് സിസ്റ്റം വോൾട്ടേജ് വരുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ ഇവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ലിഥിയം ബാറ്ററിയാണ് ഡേയുടെ ഭാഗത്ത് നിന്ന് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇതിന് ഒരുപാട് DC കറണ്ട് അറ്റ് എ ടൈം ഡ്രൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് ഡേയുടെ ലിഥിയം ബാറ്ററീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാറ്ററിയും ഇൻവെർട്ടറും ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കോംബോ വാറന്റി ആയിട്ട് 10 വർഷം വാറന്റി കിട്ടും. ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 6000 സൈക്കിൾസ് ആണ് വരുന്നത്. 51.2 വോൾട്ടേജിൽ ആണ് വരുന്നത്. 10 ഇയർ വാറന്റി. 16 സെൽസ് ആണ് ഉപയോഗിക്കുന്നത്. കോസ്മാറ്റിക് സെൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 104 AH ആണ് ഈ ബാറ്ററി വരുന്നത്. ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ നമ്പേഴ്സ് പെയർ ചെയ്യാൻ പറ്റും. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓൺലൈൻ മോണിറ്ററിംഗ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഓൺലൈൻ മോണിറ്ററിംഗ് ഡേ ക്ലൗഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി നമുക്ക് എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. പാരാമീറ്റേഴ്സും നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മാനുവലി നമുക്ക് ഡിസ്പ്ലേയിലും പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പ്, മെമ്മറി കാർഡ്, USB അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല. മാനുവലി തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾറെഡി ഇത് കേരള വർക്കിംഗ് പാരാമീറ്റേഴ്സിലാണ് ഇത് വരുന്നത്. ഓപ്ഷൻസ് എല്ലാം 3 ഫേസ് ആണ് വരുന്നത്. ഇത് കണക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത് രണ്ടും ബാറ്ററിയുടെ ടെർമിനലിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. അതെ, ഇതാണ് ബാറ്ററിയുടെ ടെർമിനൽ. അതെ, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരുന്നതാണ് സെപ്പറേറ്റ്. പിന്നെ ഇത് കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇൻവെർട്ടർ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിനൊരു കമ്മ്യൂണിക്കേഷൻ, ബാറ്ററിയിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, ജനറേറ്റർ സപ്ലൈ കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ. പിന്നെ നോർമലി പാനൽസ് കണക്ട് ചെയ്യാനുള്ള PV ഇൻപുട്സ് ആണ് വരുന്നത്. നമ്മളിത് 3 സ്ട്രിംഗ് ആയിട്ടാണ് വരുന്നത്. 2 MPPT 3 സ്ട്രിംഗിലാണ് വരുന്നത്. എല്ലാം 20 amps ആണ് MPPT റേഞ്ച് വരുന്നത്. നമുക്ക് ടോപ്പ് കോൺ പാനലൊക്കെ ഈസി ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഗ്രിഡ് ആണ് വരുന്നത്. KSCയുടെ സപ്ലൈ ഇതിന് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഇത് ജനറേറ്റർ നമുക്ക് അഡീഷണൽ ഒരു ഇൻപുട്ടും കൂടി കണക്ട് ചെയ്യാനുള്ള ഒരു പോർഷനാണ്. ജനറേറ്റർ ഡയറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യാം. ഇൻബിൽറ്റ് സിഗ്നലൈസിംഗ് ഉണ്ട്. ഇതിന്റെ കാര്യമില്ല, ഇൻബിൽറ്റ് തന്നെ സിഗ്നലൈസിംഗ് ഉണ്ട്. ജനറേറ്റർ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ KSCB കണക്ട് ചെയ്യാം, ജനറേറ്റർ കണക്ട് ചെയ്യാം. പിന്നെ നോർമലി നമുക്ക് ബാക്കപ്പ് ലോഡ് ആയിട്ട് വർക്ക് ചെയ്യണം. കറണ്ട് പോയാൽ വർക്ക് ചെയ്യുന്ന ലോഡുകൾ കണക്ട് ചെയ്യുന്ന പോയിന്റ് ആണല്ലേ. അപ്പൊ ഇതൊരു ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ്. ഇത് എത്ര കിലോവാട്ടാ സാറേ? 20 കിലോവാട്ട് ആണ്. 20 കിലോവാട്ട്. ഈ സൈഡിൽ വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഓൺലൈൻ മോണിറ്ററിംഗിനുള്ള സംവിധാനമാണ് അത് വരുന്നത്. നമുക്ക് ഡെമോ ഡിസ്പ്ലേ ഓൺ ആക്കാൻ വേണ്ടിയുള്ള അഡീഷണൽ വെച്ചിരിക്കുന്നതാണ്. അത് ഡെമോ പീസ് ആണ്. ചാർജർ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അതെ. ഓക്കെ, ഇവിടെ ഓൺ ഓഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ ആണ്. ഇതിപ്പോ സപ്ലൈ കൊടുക്കാത്തതുകൊണ്ടാണ് അത് ഓൺ ആവാത്തത്. ബാറ്ററി കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഡിസ്പ്ലേ ഓൺ ആയിട്ട് കളർഫുൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതെല്ലാം വാൾ മൗണ്ട് അല്ലയോ? വാൾ മൗണ്ട് ആണ്. എല്ലാം വാൾ മൗണ്ട് ആണ്. ബാറ്ററി റാക്കായിട്ടും വെക്കാം, വാളായിട്ടും വെക്കാം. ബാറ്ററി സുഹൃത്തുക്കളെ, അങ്ങനെ തിരുവനന്തപുരത്ത് IEFKയുടെ എക്സ്പോയിൽ നടന്ന ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.